Once again, welcome back to Wings Online. നമ്മൾ ഇന്ന് ക്ലാസ് 8ലെ ടോക്കിംഗ് ഓഫ് സയൻസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ പറയുന്ന ടോക്കിംഗ് ഓഫ് സയൻസ്. അപ്പോൾ ചാപ്റ്റർ ആണോ എന്താണോ നമുക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടല്ലേ. അപ്പൊ എന്താണ് ഇതൊരു ഇന്റർവ്യൂ ആണ്, ഇതൊരു കഥയോ കവിതയോ ഒന്നുമല്ല. ഇതെന്താണ്, ഇതൊരു ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഈ ഇന്റർവ്യൂന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബേസിക്കലി ഈ ചാപ്റ്ററിന് ഇന്റർവ്യൂ ആകുമ്പോൾ എന്താണ്, നമുക്ക് കുറച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പഠിക്കാം. ഒരു ശാസ്ത്രജ്ഞനോട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ശാസ്ത്രജ്ഞൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നു, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു റിപ്പോർട്ടറാണ്, അപ്പോൾ നിങ്ങൾ അയാളോട് എന്തൊക്കെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അയാൾ അഭിമുഖം ചെയ്യാനായിട്ട് നിങ്ങൾ ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് മേഡ് യു ചൂസ് സയൻസ് ആസ് യുവർ കരിയർ? അതായത് നിങ്ങളുടെ ആ ഒരു ഭാവിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിന്റെ ഭാഗമായിട്ട് സയൻസിനെ നിങ്ങൾ ചൂസ് ചെയ്യാൻ കാരണം എന്താണ്? സയൻസ് ആണല്ലോ ചൂസ് ചെയ്യുന്നത്, സയന്റിസ്റ്റിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ സയൻസ് നിങ്ങളുടെ കരിയർ ആയിട്ട് ചൂസ് ചെയ്യാനുള്ള ആ ഒരു കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ സയൻസ് നിങ്ങളുടെ കരിയർ ആയിട്ട് ചൂസ് ചെയ്തതെന്നാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇൻസ്പയർസ് യു മോസ്റ്റ് ഇൻ യുവർ വർക്ക്? നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ജോലിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന പിന്നെ അത് ചെയ്യണം ആ ഒരു പ്രചോദനം നൽകുന്ന ആ ഒരു ആ ഒരു സംഭവം എന്താണെന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഇൻസ്പയർസ് യു മോസ്റ്റ് ഇൻ യുവർ വർക്ക്? നിങ്ങളുടെ തന്നെ വർക്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന ആ ഒരു സംഭവം എന്താണ്? വാട്ട് ക്വാളിറ്റീസ് ഷുഡ് എ ഗുഡ് സയന്റിസ്റ്റ് ഹാവ്? നിങ്ങളൊരു സയന്റിസ്റ്റ് ആണ്, അപ്പൊ അയാളോട് ചോദിക്കുകയാണ് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഒരു നല്ല സയന്റിസ്റ്റിന് വേണ്ടത്. നാലാമത്തെ ചോദ്യം, ക്യാൻ എനി വൺ ബിക്കം എ സയന്റിസ്റ്റ്? ഏതൊരാൾക്കും ഒരു സയന്റിസ്റ്റ് ആവാൻ പറ്റൂ? വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ് അല്ലേ. ഏതൊരാൾക്കും ഒരു സയന്റിസ്റ്റ് ആവാൻ പറ്റൂ. ക്യാൻ എനി വൺ ബിക്കം എ സയന്റിസ്റ്റ്? വാട്ട് മെസ്സേജ് ഡു യു വാണ്ട് ടു ഗിവ് ടു സ്റ്റുഡൻസ്? നിങ്ങൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും സന്ദേശം നൽകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സന്ദേശം അല്ലെങ്കിൽ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ എന്ത് മെസ്സേജ് ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്കാം. നോക്കാം, 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. വാട്ട് മെയ്ഡ് യു ചൂസ് സയൻസ് ആസ് യുവർ കരിയർ? നിങ്ങളുടെ കരിയറിന്റെ ഭാഗമായിട്ട് സയൻസ് ചൂസ് ചെയ്യാൻ കാരണം എന്താണ്? വാട്ട് ഇൻസ്പയർസ് യു മോസ്റ്റ് ഇൻ യു വർക്ക്? നിങ്ങളുടെ വർക്കിൽ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സംഭവം എന്താണ്? വാട്ട് ക്വാളിറ്റീസ് ഷുഡ് എ ഗുഡ് സയന്റിസ്റ്റ് ഹാവ്? നല്ല സയന്റിസ്റ്റിന് എന്തൊക്കെ നല്ല ക്വാളിറ്റീസ് ഉണ്ടാവണം? ക്യാൻ എനി വൺ ബിക്കം എ സയന്റിസ്റ്റ്? ഏതൊരാൾക്കും സയന്റിസ്റ്റ് ആവാൻ കഴിയുമോ? വാട്ട് മെസ്സേജ് ഡു യു വാണ്ട് ടു ഗിവ് ടു സ്റ്റുഡൻസിന്? കുട്ടികൾക്ക് നിങ്ങൾ എന്തെങ്കിലും സന്ദേശം നൽകുകയാണെങ്കിൽ അതെന്ത് സന്ദേശമായിരിക്കും? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇമാജിൻ യുവർ അജിത്. അപ്പൊ നമുക്കറിയാം നമ്മൾ അജിത് പരമേശ്വർ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇമാജിൻ യുവർ അജിത്, നിങ്ങളാണ് അജിത്ത് എന്ന് വിചാരിക്കാം. റൈറ്റ് എ ഡയറി എൻട്രി about how the book എന്തുകൊണ്ട് ഇൻസ്പയർഡ് യു? അപ്പൊ ഈ പറയുന്ന ബുക്ക് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യൂ, ഇൻസ്പയർ ചെയ്തു എന്ന് നിങ്ങളൊന്ന് പറയാം, അല്ലെങ്കിൽ ആ ഒരു ഡയറിയിൽ പറയാം. അപ്പോൾ ഡയറി ആകുമ്പോൾ നമുക്കറിയാം എന്താണ് ഈ പറയുന്ന ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡേയും ടൈമുമാണ് ഫസ്റ്റ് നമ്മൾ ഡയറിയുടെ ഭാഗമായിട്ട് എഴുതുക. ഡേ മൺഡേ എന്ന് കൊടുത്തിട്ടുണ്ട്, 10 PM എന്ന് കൊടുത്തിട്ടുണ്ട്, ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഈ ഡിയർ ഡയറി ഒരു നിർബന്ധമുള്ള ഒരു ഭാഗമല്ല, പക്ഷെ കുറച്ചും കൂടി നല്ല ആ രീതിയിൽ കുറച്ചും കൂടി സംഭവം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഡിയർ ഡയറി കൊടുത്തേ ഉള്ളൂ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തെഴുതണം? ഡേയും ടൈമും എഴുതാം. മൺഡേ 10 PM. ടൈം മാറിയാലോ ഡേ മാറിയാലോ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ നോക്കാം, ടുഡേ ഐ റിമെമ്പേർഡ് ദ ബുക്ക്. എന്തുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും ഇത് മലയാളത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മലയാളത്തിൽ കൊടുത്തത്. ടുഡേ റിമെമ്പേർഡ് ദ ബുക്ക്. എന്തുകൊണ്ട് ഫ്രം മൈ ചൈൽഡ്ഹുഡ്? ഞാൻ ചെറുപ്പത്തിൽ വായിച്ച ആ ഒരു ബുക്ക് എന്തുകൊണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ബുക്ക് ഇന്ന് ഞാൻ അതിനെ കുറിച്ച് ഓർക്കാനായിട്ട് ഇടയായി. ഐ ഫൗണ്ട് ഇറ്റ് ഇൻ അവർ ലൈബ്രറി ആൻഡ് റെഡ് ഇറ്റ് മെനി ടൈംസ്. ഞാൻ അന്നത് അയാളുടെ നാട്ടിലുണ്ടായിരുന്ന ആ ഒരു ലൈബ്രറിയിൽ നിന്നാണ് ഈ ബുക്ക് വായിച്ചത്. അത് ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. ഇറ്റ് എക്സ്പ്ലെയിൻഡ് മെനി വണ്ടേഴ്സ് ഓഫ് നേച്ചർ ഇൻ എ സിമ്പിൾ വേ. അപ്പോൾ ഈ ബുക്കിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ബുക്കിൽ പറഞ്ഞു പോകാറുണ്ട്. ഒരുപാട് വണ്ടേഴ്സ് നമ്മുടെ പ്രകൃതിയിലുണ്ട്. അപ്പൊ അതിന് വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു വേ കൂടിയാണ് ഈ പറയുന്ന ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The book made me curious about the world and gave me joy in learning new things. അപ്പൊ ഈ ബുക്ക് എന്താണ്? ഈ ബുക്ക് വീണ്ടും വായിച്ചപ്പോൾ ലോകത്തുണ്ടാകുന്ന പല അത്ഭുതങ്ങളെ പറ്റി എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതേപോലെ തന്നെ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റി ഈ ബുക്ക് വായിച്ചതിലൂടെ. ഐ തിങ്ക് ദാറ്റ് ബുക്ക് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ലെഡ് മീ ടു സയൻസ്. അപ്പോൾ ഇയാൾ പറയാണ് ഈ ഒരു ബുക്ക് വായിച്ചൊരു സംഭവമാണ് ഇയാൾ സയൻസിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. വീണ്ടും സയൻസ് കരിയറിലേക്ക് വരാനായിട്ട് ഇയാൾക്ക് ഉണ്ടായിരുന്ന പ്രചോദനം ഈ ഒരു ബുക്കാണെന്ന് കൂടി ഇയാളോട് പറഞ്ഞു വെക്കാം. ഇറ്റ് ഇൻസ്പയർഡ് മീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഈ പറയുന്ന ബുക്ക് എന്താണ്? കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ഈ പറയുന്ന നമ്മൾ
പറഞ്ഞല്ലേ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് എന്താണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും, വലുതാവുന്നതോറും ചോദ്യങ്ങൾ കുറഞ്ഞു തുടങ്ങുന്നൊക്കെ പറയില്ല. അപ്പൊ ആ ഒരു സംഭവത്തിൽ നിന്നാണ് പറഞ്ഞത് ഈ ഒരു ബുക്ക് വായിച്ചപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടും അല്ലെങ്കിൽ അതിന്റെ ഉത്തരങ്ങൾ തേടാനായിട്ടും എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബുക്ക് വായിക്കുന്നതോടെ അയാൾക്ക് എന്തുണ്ടായി, കൂടുതൽ സയൻസിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവാനായിട്ട് ഇയാൾ സഹായിച്ചു. ദാറ്റ് ഈസ് ഹൗ മൈ ജേർണി ആസ് എ സയന്റിസ്റ്റ് ബിഗിൻ. അങ്ങനെയാണ് ഒരു സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ, ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഇയാളുടെ ആദ്യത്തെ തുടക്കം ഈ ഒരു ബുക്ക് വായിച്ചതിലൂടെയായിരുന്നു. ആദ്യത്തെ യാത്ര ഈ ഒരു ബുക്കിലൂടെ ആയിരുന്നു. അജിത് ആ ഒരു പേരും കൊടുത്തു. അപ്പൊ എന്തൊക്കെയാണ്, ഡേ, ടൈം, ഡിയർ ഡയറി, 2 പാരഗ്രാഫായിട്ട് സിമ്പിൾ ആണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ, വളരെ കുറച്ചേ ഉള്ളൂ. അജിത് പേരും കൊടുത്തു. അപ്പൊ ഇതാണ് നമ്മളുടെ ഡയറി. അപ്പോൾ അടുത്തതാണ് പ്രിപ്പയർ എ സ്പീച്ച് ഫോർ യുവർ ക്ലാസ് ഓൺ ദി ടോപ്പിക് ക്യൂരിയോസിറ്റി ഈസ് ദ കീ ടു ലേണിംഗ്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് നിങ്ങളൊരു സ്പീച്ച് പറയാം. അപ്പോൾ ക്യൂരിയോസിറ്റി ഈസ് ദ കീ ടു ലേണിംഗ് എന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ടോപ്പിക്. ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ, ലേണിംഗിലേക്ക് ഒരു കടന്നുകയറ്റം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ലേണിംഗിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ ക്യൂരിയോസിറ്റി ആണ് അതിന്റെ കീ, അല്ലെ? നമുക്ക് ആദ്യം എന്തായാലും ചില കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ക്യൂരിയോസിറ്റി വേണം. അപ്പൊ ക്യൂരിയോസിറ്റി ആണ് പഠനത്തേക്കുള്ള ഒരു ചുവടുവെപ്പ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കീ എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു സ്പീച്ചാണ്. സ്പീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ 8ാം ക്ലാസ് ആയിട്ടുള്ള, അപ്പോൾ വളരെ മിനിമൽ സ്പീച്ചാണ്. നോക്കുക, റെസ്പെക്റ്റഡ് ടീച്ചർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമിലാണ്, അപ്പൊ നിങ്ങളുടെ ടീച്ചറാണുള്ളത്. അപ്പോൾ ആദ്യം എന്ത് പറയും, അവിടെ മെയിൻ ആളാരാണ്, ടീച്ചർ. അതുകൊണ്ട് എന്താണ് പറഞ്ഞേക്കണേ, റെസ്പെക്റ്റഡ് ടീച്ചർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. എന്റെ ബഹുമാനപ്പെട്ട ടീച്ചർക്കും അതേപോലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ടുഡേ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ക്യൂരിയോസിറ്റി. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ക്യൂരിയോസിറ്റിനെ പറ്റിയാണ്. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ക്യൂരിയോസിറ്റിനെ പറ്റിയാണ്. ക്യൂരിയോസിറ്റി മീൻസ് ആസ്കിങ് ക്വസ്റ്റ്യൻ. ക്യൂരിയോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കലാണ് ക്യൂരിയോസിറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് വാണ്ടിങ് ടു നോ മോർ, അതേപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ആ ഒരു ആഗ്രഹം. കൂടുതൽ കാര്യങ്ങൾ അറിയണം, കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യണം. അതിനെയാണ് ഇവിടെ ക്യൂരിയോസിറ്റി എന്ന് നമ്മുടെ ഓതർ പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് us ടു ഡിസ്കവർ ന്യൂ തിങ്സ്. ഇത് എന്തിനു സഹായിക്കും, പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. സയന്റിസ്റ്റ്, അതേപോലെ ശാസ്ത്രജ്ഞർ, റൈറ്റേഴ്സ്, എഴുത്തുകാർ, ആൻഡ് ഇൻവെന്റേഴ്സ്, കണ്ടുപിടിക്കുന്ന ആൾക്കാർ, ഓൾ ഗ്രോ ബിക്കോസ് ഓഫ് ക്യൂരിയോസിറ്റി. ഇവരൊക്കെ വളർന്നു വരാൻ കാരണം എന്താണ്, അവർക്ക് ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. എന്താണെന്ന് അറിയാനുള്ള ഒരു സംഭവം ഉണ്ട്. ആ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഇവരാരും ഉണ്ടാവില്ലേ. ഇഫ് വി റിമെയിൻ ക്യൂരിയസ്, നമ്മൾ ക്യൂരിയസ് ആയിട്ട് തന്നെ എപ്പോഴും നിന്നാൽ വി വിൽ കീപ് ലേണിംഗ്. നമ്മൾ എപ്പോഴും ക്യൂരിയസ് ആയാലും നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എന്താണ്, നമ്മൾക്ക് ഒരു കാര്യം അറിയാൻ ആഗ്രഹം ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ഇവിടെ അറിയാനുള്ള ആഗ്രഹം കാരണം എന്താണ്, ലേണിംഗ് കൂടി നടക്കും എന്നാണ് പറയുന്നത്. സോ ലെറ്റ് us never stop asking question. അതുകൊണ്ട് എന്താ പറയാണ്, അതുകൊണ്ട് ഈ പറയുന്ന ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പഠിക്കും. അതുകൊണ്ട് എന്താണ്, നമ്മൾ ഒരിക്കലും ചോദ്യം ചോദിക്കലും നിർത്തരുത്. എന്തെങ്കിലും ചോദിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. താങ്ക് യു. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ സ്പീച്ചാണ് നമ്മളോട് പറഞ്ഞിട്ട്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ബേസിക്കലി ഈ ഒരു കുഞ്ഞു ചാപ്റ്ററിൽ പഠിക്കാനുള്ള 3 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ഒക്കെ നമ്മൾ എന്ത് പഠിച്ചു, ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ പഠിച്ചു. ഒരു ഇന്റർവ്യൂ, അതായത് ഇപ്പോൾ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ശാസ്ത്രജ്ഞനോട്, നിങ്ങളെ കാണാൻ വന്ന ശാസ്ത്രജ്ഞനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളാണ് ഇന്റർവ്യൂർ എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ആ ശാസ്ത്രജ്ഞനോട് അല്ലെങ്കിൽ ആ ഒരു സയന്റിസ്റ്റിനോട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവർ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു, ഡയറി പഠിച്ചു. നമുക്കറിയാം ഈ പറയുന്ന അജിത് പരമേശ്വരൻ എന്താണ്, ആള് ചെറുപ്പത്തിൽ വായിച്ചൊരു ബുക്കാണ് എന്തുകൊണ്ട്. അപ്പൊ അതിലെന്താണ് ഈ പറഞ്ഞ നേച്ചറിൽ വണ്ടേഴ്സ് സംഭവങ്ങളൊക്കെയാണ് ആ ബുക്കിൽ ബേസിക്കലി പറഞ്ഞു വരുന്നത്. ആ ബുക്ക് വായിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു സംഭവത്തെ പറ്റി, ആ ഒരു ബുക്കിനെ പറ്റി, അയാൾ വായിച്ച ദിവസത്തെ പറ്റിയുള്ള ഒരു ഡയറി എൻട്രി, അയാൾ തന്നെ എഴുതുന്ന ഒരു ഡയറി എൻട്രി. അപ്പൊ നമ്മൾ ഡേ എഴുതി, ടൈം എഴുതി, സംഭവം എന്താണെന്ന് വെച്ചാൽ അത് എഴുതി, അതിനുശേഷം എന്ത് ചെയ്തു, പേര് എഴുതി, അത് കൺക്ലൂഡ് ചെയ്തു. ആ ഒരു സിമ്പിൾ ഡയറി നമ്മൾ പഠിച്ചു. ലാസ്റ്റ് പഠിച്ച എന്താണ്, ഈ പറയുന്ന സ്പീച്ചാണ്. ആർക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന സ്പീച്ചാണ്. ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറയുന്ന ഫസ്റ്റത്തെ ആ ഒരു ഫോർമാറ്റ് ഭാഗത്ത് നമുക്ക് ഇത് മാത്രമേ പഠിച്ചു വെച്ചാൽ മതി. ക്ലാസ്സിൽ നടക്കുന്നതുകൊണ്ട് എന്താണ് ടീച്ചറിനെ പറയുന്നുള്ളൂ. ഒഫീഷ്യലായിട്ട് അസംബ്ലിയിലൊക്കെയാണ് നമ്മൾ എന്ത് പറയും, ഇപ്പോൾ പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് അതൊക്കെ പറയും. ഇവിടെ ടീച്ചറായിട്ട് അത്രേ പറയുന്നുള്ളൂ. അപ്പൊ ഇതാണ് ബേസിക്കലി ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ള ചെറിയ ചാപ്റ്ററാണ്. അതേപോലെ തന്നെ അത് 3 ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി നമുക്ക് ഇതിന് പഠിക്കാനുള്ളത്. ഇത് പഠിച്ചു വെച്ചാൽ ഒക്കെ ആ ഒരു ഡയറി എൻട്രി പഠിച്ചു വെച്ചാൽ വേറെ ഇതിന് എന്ത് വരും നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.